അത് ഭയങ്കര രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ഞാൻ കുറച്ച് സിനിമകളിലൊക്കെ അഭിനയിച്ച ഇങ്ങനെ എൻ്റെ പ്രൊഫഷണൽ ആക്ടിംഗ് ആണ്. എനിക്ക് കിട്ടിയ ഒരു അവസരം, ബിഗ് ബോസിൽ കിട്ടിയ ഒരു അവസരം, ഞാനത് പോയി ചെയ്തു, അതവിടെ കഴിഞ്ഞു. അനുമോള് കപ്പ് നേടിയതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക്. ബിഗ് ബോസ് മലയാളം സീസൺ 7 കപ്പ് അനുവിൻ്റെ കൈ കിട്ടിയിട്ടും കുറേ ആൾക്കാരുടെ കരച്ചിൽ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. പുതിയ ആൾക്കാർ കരഞ്ഞുകൊണ്ട് രംഗത്തോട്ട് വരുന്നുണ്ട്. അനു ഡിസർവിങ് അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് പുതിയ ആൾക്കാരും രംഗത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇതെന്തായാലും ഇത് അവസാനിക്കാൻ പോകുന്നില്ല. ഇതൊരു ഇനിയിപ്പം ഈ ഒരു അടുത്ത സീസൺ വരെയും അത് കഴിഞ്ഞും ഇത് കണ്ടിന്യൂ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഈ കരച്ചിൽ. എല്ലാ സീസണിനകത്തും കപ്പ് ആരെങ്കിലും അടിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങനെ കരഞ്ഞു കിടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നല്ല രീതിയിൽ ഗെയിം കളിച്ചിട്ടുള്ള ആൾക്കാർ ഈ ഒരു റിയാലിറ്റിയെ അക്സെപ്റ്റ് ചെയ്തു. റിയാലിറ്റി ആണെന്ന് അവർ സമ്മതിച്ച് അത് അക്സെപ്റ്റ് ചെയ്ത ആൾക്കാരും ഉണ്ട്. പക്ഷെ ഒരു ഗെയിമും കളിക്കാത്ത ആൾക്കാരാണ് ഇത് അംഗീകരിക്കാത്തത്. എനിക്ക് തോന്നുന്നു ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഞാൻ അനീഷിൻ്റെ പ്രതികരണം കണ്ടു, അതുപോലെ ഷാനവാസിൻ്റെ പ്രതികരണം കണ്ടു, അക്ബറിൻ്റെ പ്രതികരണം കണ്ടു, നെവിൻ്റെ പ്രതികരണം കണ്ടു, അതുപോലെ ഇപ്പോൾ ടോപ്പ് 5 ഉണ്ടായിരുന്ന ആൾക്കാരെല്ലാം പ്രതികരണം കണ്ടു. ഇവരെല്ലാം നല്ല രീതിയിൽ തന്നെയാണ് സംസാരിക്കുന്നത്. അനു ഡിസർവ് ആയിട്ടുള്ള ഒരാൾ തന്നെയാണെന്നാണ് പറയുന്നത്. ഇനി മാറ്റി പറയുമെന്ന് അറിയത്തില്ല. പക്ഷെ ഇവരൊക്കെ റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതുവരെ ഉള്ള ഒരു ചാനലിൽ കൊടുത്ത മറുപടിയിലൊക്കെ അവർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് ഒരു ഗെയിമും കളിക്കാത്ത ആൾക്കാരാണ് ഇത് അക്സെപ്റ്റ് ചെയ്യാത്തത്. ഇപ്പോഴും അവർ വിചാരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അവരാണ് ആ കപ്പിന് അർഹനായിട്ടുള്ള ആൾ അല്ലെങ്കിൽ അർഹതയായിട്ടുള്ള വ്യക്തി എന്നാണ് അവർ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് അവർ വീണ്ടും കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ കുറച്ച് വീഡിയോസൊക്കെ കാണാം. ആദ്യം തന്നെ ബിഗ് ബോസ് മലയാളം സീസൺ 7 വിന്നർ അനുവിൻ്റെ വീഡിയോ തൊട്ട് തുടങ്ങാം. അവസാന നിമിഷത്തിൽ ലക്ഷ്മിയുടെ സപ്പോർട്ട് എങ്ങനെയുണ്ടായിരുന്നു? ലക്ഷ്മി ഭയങ്കര സപ്പോർട്ടായിരുന്നു. എനിക്ക് ലക്ഷ്മി അത് വല്ലാത്തൊരു സർപ്രൈസ് ആയി. അത് ഭയങ്കര രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര സപ്പോർട്ടാണ് ലക്ഷ്മി നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു. ഒരുപാട് സന്തോഷം, നന്ദിയാണ് കേട്ടോ ലക്ഷ്മിയോട്. ലക്ഷ്മിന്റെ കൂടെ ഉണ്ടായിരുന്നു ഇത്ര സമയം പോയി. സത്യം പറഞ്ഞാൽ വേദലക്ഷ്മി നല്ല രീതിയിലുള്ളൊരു സപ്പോർട്ടാണ്, മെൻ്റൽ സപ്പോർട്ടാണ് ലാസ്റ്റ് വീക്ക് അനുവിന് കൊടുത്തിട്ടുള്ളത്. ഒരുപക്ഷെ അതും കൂടെ ആ ഒരു മെൻ്റൽ സപ്പോർട്ടും കൂടെ കിട്ടിയോണ്ടായിരിക്കാം അനു കുറച്ചും കൂടെ ഒന്ന് സ്ട്രോങ് ആയത്. നല്ല രീതിയിലുള്ള സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ലക്ഷ്മിയൊക്കെ എനിക്ക് തോന്നുന്നു നല്ല രീതിയിൽ പോസിറ്റീവായി. ആ ഒരു റീ എൻട്രി കാരണം ലക്ഷ്മി നല്ല രീതിയിൽ പോസിറ്റീവായിട്ടുണ്ട്. അതുപോലെ അനുവിൻ്റെ അടുത്ത് നിന്ന് കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ വേണം. ഈ റീ എൻട്രി കൊണ്ട് ഉദ്ദേശിക്കുന്ന ഈ പറഞ്ഞിട്ടുള്ള അവരെ വെളുപ്പിക്കാനെ കൊണ്ട് അവരെ ഗെയിം കഴിഞ്ഞതിന് ശേഷം അവർക്ക് ഇറങ്ങി വന്ന് അവരെ ഭാഗങ്ങൾ ക്ലിയർ ആക്കാനുള്ള സമയവും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ടായിരുന്നു അല്ലേ. റീ എൻട്രി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ചെന്നിട്ട് അവിടെ ഉള്ള പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് തീർത്തു. ഈ പറഞ്ഞിട്ടുള്ള അവർക്ക് അവിടെ നിൽക്കുന്ന മത്സരാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് മെൻ്റൽ സപ്പോർട്ട് കൊടുക്കുക, ഒരു സപ്പോർട്ട് കൊടുക്കുക. അവരെ ഹാപ്പി ആയിട്ട് ആ ഒരു ഫിനാലെ വേദിയിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു സപ്പോർട്ട് കൊടുക്കുക. അതാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇവർ കയറി ചെന്നിട്ട് പുതിയൊരു ഗെയിമും പുതിയൊരു സ്ട്രാറ്റജിയും സ്വന്തമായിട്ട് വെള്ളപൂശാനും അതുപോലെ സ്വന്തമായിട്ട് അവരെ ന്യായീകരിക്കാനും ഉള്ള തന്ത്രപ്പാടിലായിരുന്നു മറ്റ് പല ആൾക്കാരും അല്ലേ. അതിനകത്ത് ലക്ഷ്മിയും അതുപോലെ മസ്താനിയൊക്കെ നല്ല രീതിയിലാണ് റീ എൻട്രി കാഴ്ചവെച്ചിട്ടുള്ളത്. മസ്താനിയുടെ കാര്യവും പറയേണ്ടതായിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ മസ്താനിയെ വിമർശിച്ചുകൊണ്ട് 2 വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ 2 വീഡിയോ ഞാൻ ഡിലീറ്റ് ചെയ്തു. നല്ല രീതിയിൽ രൂക്ഷമായിട്ട് വിമർശിച്ചുകൊണ്ട് 2 വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഡിലീറ്റ് ചെയ്തു. കാരണം പുള്ളിക്കാരി റീ എൻട്രി കയറി ചെന്നിട്ട് പുള്ളിക്കാരിയുടെ ആ ഒരു പ്രവൃത്തിയും സംസാരങ്ങളൊക്കെ കണ്ടപ്പോഴത്തേക്ക് എനിക്കിഷ്ടപ്പെട്ടു. കാരണം മസ്താനി തന്നെ പറയുന്നുണ്ട്. കാരണം എവിക്റ്റായി വന്നതിന് ശേഷം ഈ പറഞ്ഞിട്ടുള്ള പോലെ പുള്ളിക്കാരിയുടെ കൂടെ നിൽക്കുന്ന ഫ്രണ്ട്സ് പോലും ആ ഒരു പുള്ളിക്കാരിക്ക് ഉണ്ടായിട്ടുള്ളൊരു അവസ്ഥയിൽ കൂടെ നിൽക്കാതെ നിന്ന ഒരുപാട് ഫ്രണ്ട്സുകൾ വരെ ഉണ്ട്. ആ അവസ്ഥയിൽ എല്ലാവരും കൈവിട്ടൊരവസ്ഥയായിപ്പോയി. അത്രയും എന്തായാലും അത്രയും ഈ പറഞ്ഞിട്ടുള്ള ഒരു മാനസികാവസ്ഥയൊന്നും ഈ ശൈത്യ ആയിക്കോട്ടെ അല്ലെങ്കിൽ ബിൻസി ആയിക്കോട്ടെ ഇവരാരും അനുഭവിച്ച് കാണത്തില്ല. അത്രയും സൈബർ ബുള്ളിങ് ഒന്നും മസ്താനി അനുഭവിച്ച് കൂടെ നിന്ന ഫ്രണ്ട്സ് വരെ മസ്താനിയെ കരിയില പോലെ വലിച്ചെറിഞ്ഞിട്ടുണ്ട്. മസ്താനി അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പം അത്രയും ഇതായിട്ട് നിന്ന മസ്താനി പോലും രണ്ടാമത് കയറിയിട്ട് പോസിറ്റീവായിട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് എനിക്ക് പുള്ളിക്കാരിയെ സപ്പോർട്ട് ചെയ്യണമെന്ന് തോന്നി. പുള്ളിക്കാരിക്കെതിരെ ചെയ്ത വീഡിയോ
റിമൂവ് ചെയ്ത് കളയണമെന്ന് തോന്നി, അങ്ങനെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു കേട്ടോ. അത്യാവശ്യം നല്ല വ്യൂസ് ഉള്ള 2 വീഡിയോ ആയിരുന്നു ഞാൻ വിമർശിച്ചുകൊണ്ടിട്ടത്. അങ്ങനെ വേണം അവിടെയാണ് നമ്മളെ മനുഷ്യന്മാരുടെ ക്വാളിറ്റി. ഇപ്പം മിസ്റ്റേക്സുകളൊക്കെ, തെറ്റുകുറ്റങ്ങളൊക്കെ സംഭവിക്കൂടെ ചില സമയത്ത്, മനുഷ്യരാണ്. പക്ഷേ ആ തെറ്റുകൾ മനസ്സിലാക്കി തിരുത്തി മുമ്പോട്ട് വരാൻ ശ്രമിക്കുന്നിടത്താണ് നമ്മളെ വിജയം. മസ്താനിയും അതുപോലെ വേദലക്ഷ്മിയൊക്കെ നല്ല രീതിയിലാണ് റീ എൻട്രി കാഴ്ചവെച്ചിട്ടുള്ളത്. പിന്നെ ഈ ഞാൻ പറഞ്ഞ വിമർശനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞത് വഴിയെ അങ്ങോട്ട് കയറി ചെന്ന് ആരും വിമർശിച്ചല്ല. ഇവർ ചെയ്തു വെച്ചിട്ടുള്ള പ്രവൃത്തികൾ, മസ്താനി ആയിക്കോട്ടെ, ബിൻസി ആയിക്കോട്ടെ, അതുപോലെ മറ്റേ ശൈത്യ ആയിക്കോട്ടെ, ഇവരൊക്കെ അവിടെ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എടുത്തിട്ടാണ് ജനങ്ങൾ സംസാരിച്ചിട്ടുള്ളത്, ഞാൻ ഉൾപ്പെടെ ആൾക്കാർ സംസാരിച്ചിട്ടുള്ളത്. അത് അവരെ പ്രവൃത്തി കാരണമാണ്, അല്ലാതെ വേറൊന്നും കൊണ്ടല്ല. പക്ഷേ അതിനൊരു വീണ്ടും ഒരു അവസരം കിട്ടിയപ്പോഴത്തേക്ക് അത് അവർ വിനിയോഗിക്കണമായിരുന്നു. ഈ മസ്താനിയും അതുപോലെ ലക്ഷ്മിയൊക്കെ അത് നല്ല രീതിയിൽ അത് യൂസ് ചെയ്തു. ഇവരത് യൂസ് ചെയ്യാനുള്ളതിന് വീണ്ടും അവിടെ ചെന്നിട്ട് ആ ഒരു നെഗറ്റിവിറ്റി കൂട്ടുകയാണ് ചെയ്തത്, അല്ലേ? ഞങ്ങളെന്തോ വലിയ സംഭവമാണെന്നുള്ള രീതിയിൽ അതാണ് അവർക്ക് പറ്റിപ്പോയത്. നമ്മളെപ്പോഴും തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ ആ തെറ്റ് തിരുത്തി മുമ്പോട്ട് വരാൻ, തെറ്റ് മനസ്സിലാക്കി മുമ്പോട്ട് വരാൻ ശ്രമിക്കുക. അവിടെയാണ് നമ്മുടെ വിജയം. അല്ലാതെ തെറ്റാണെന്നറിഞ്ഞിട്ടും ആ തെറ്റിനെ ന്യായീകരിക്കുന്നിടത്ത് നമുക്ക് ഒരിക്കലും വിജയം ഉണ്ടാവത്തില്ല. അതും കൂടെ മനസ്സിലാക്കുക. അതാണ് ഈ മസ്താനിയും വേദലക്ഷ്മിയുടെ അതിനൊരു എക്സാമ്പിളാണ്. തെറ്റ് തിരുത്തി മുമ്പോട്ട് വന്നുകൊണ്ടാണ് അവർ ജനങ്ങളുടെ മുമ്പിൽ അവർ പോസിറ്റീവായതും ജനങ്ങൾ അവരെ സ്വീകരിച്ചത്. ബിഗ് ബോസിൽ വന്നിട്ട് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ ബിഗ് ബോസിൽ വന്നിട്ട് എൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ള എന്തെങ്കിലും വീഴ്ചകളുണ്ടെങ്കിൽ അത് എൻ്റെ ഗെയിമിൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ഞാൻ റിയലായിട്ട് നിന്നത് കൊണ്ടോ സംഭവിച്ചതാണ്. അല്ലാതെ ആരോടും വ്യക്തിപരമായ കാര്യങ്ങളൊന്നുമില്ല. എല്ലാവർക്കും നന്ദി. ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ബിഗ് ബോസ് അവസാനിച്ചു. നിങ്ങൾക്കറിയാം, ഞാൻ കുറച്ച് സിനിമകളിലൊക്കെ അഭിനയിച്ച് ഇങ്ങനെ എൻ്റെ പ്രൊഫഷണൽ ആക്ടിങ് ആണ്. എനിക്ക് കിട്ടിയൊരു അവസരം, ബിഗ് ബോസിൽ കിട്ടിയൊരു അവസരം ഞാനത് പോയി ചെയ്തു. അതവിടെ കഴിഞ്ഞു. ഇനി മുതൽ ബിഗ് ബോസുമായിട്ടുള്ള ഒരു കാര്യങ്ങളിലായിട്ടൊന്നും ഞാൻ അങ്ങനെ നിൽക്കാൻ പോകുന്നില്ല. എൻ്റെ സിനിമകളുമായിട്ടായിരിക്കും ഞാൻ ട്രാവൽ ചെയ്യാൻ പോകുന്നത്. അപ്പം ഇപ്പം കണ്ട ആ ഒരു സ്നേഹവും ആത്മാർത്ഥയൊക്കെ അന്ന് എന്നോടൊപ്പം ഉണ്ടാവണം. അത് ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാണ്. അപ്പാനിക്ക് നല്ല പേടിയുണ്ട്, പുള്ളിക്കാരൻ ഇനി സിനിമ കിട്ടുമോ, ഇനിയുള്ള അങ്ങോട്ടുള്ള ഫ്യൂച്ചർ, ഭാവി എന്താവും എന്നൊക്കെ പുള്ളിക്ക് ഭയങ്കര ടെൻഷനുണ്ട്. ഇത്രയും പേടിയുള്ള ആൾ ഈ ബിഗ് ബോസിലേക്ക് പോയത് എന്തിനാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇത്രയും പേടിയുണ്ട് അല്ലേ? കാരണം ഇത് ബിഗ് ബോസ് എന്നൊരു ഷോ ടോക്സിക് ആയിട്ടുള്ളൊരു ഷോ ആണെന്ന് എല്ലാ ആൾക്കാർക്കും അറിയാം, അല്ലേ? അത് അറിഞ്ഞു വെച്ചുകൊണ്ട് അവിടെ പോയിട്ട് പിന്നെ ഇറങ്ങി വന്നിട്ട് ഇത് ഞാനൊരു കാര്യമായിട്ട് ഈ അപ്പാനിക്ക് ഒന്നാമത്തെ അപ്പാനിയുടെ ഒരു നെഗറ്റീവ് ഒരു സൈഡെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരനൊരു നിലപാടില്ല. ഇപ്പം പറയുന്ന എല്ലാവർക്കും പിന്നെ പറയുന്നത്. പുള്ളിക്കാരൻ പുറത്തിറങ്ങിയിട്ട് പുള്ളിക്കാരൻ എന്തൊക്കെയും ഇത് മീഡിയാസിൻ്റെ മുമ്പിലൊക്കെ നല്ല രീതിയിലാണ് സംസാരിച്ചിട്ടുള്ളത്. വീണ്ടും റീ എൻട്രി കയറി ചെന്നിട്ട് അവിടെ ചെന്നിട്ട് എന്തോ കാണിച്ചു കൂട്ടിയത് ഈ അപ്പാനി, എന്തോ ഒരു കോപ്രായങ്ങളെ കാണിച്ചു കൂട്ടിയത്. പുള്ളിക്കാരൻ അത് കിട്ടിയൊരു അവസരം വീണ്ടും പുള്ളിക്കാരൻ അത് നശിപ്പിച്ചു കളഞ്ഞു, അല്ലേ? പിന്നെ അത് കഴിഞ്ഞിട്ട് വെളിയിറങ്ങിയിട്ട് നിങ്ങളെല്ലാവരും സപ്പോർട്ട് വേണം, ഇനിയും സപ്പോർട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു, റിക്വസ്റ്റ് ചെയ്യുവാണ്. അത്രയും പേടിയായിപ്പോയി അപ്പാനിക്ക്. സത്യം പറഞ്ഞാൽ അപ്പാനിയൊക്കെ നല്ലൊരു ഗെയിമറായിരുന്നു. നല്ലൊരു ഗെയിമറിൻ്റെ ഒരു ഭാഗം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെയാണ് ബിഗ് ബോസ് ഹൗസിനകത്ത് അപ്പാനിയുടെയൊക്കെ പ്രകടനം. പക്ഷേ എന്തോ എവിടെയൊക്കെ ഒരു ഗ്രൂപ്പിസത്തിൽ കയറി അപ്പാനിയുടെ ഒരു ഗെയിം നശിച്ചെന്ന് വേണമെങ്കിൽ പറയാം. ഒറ്റയ്ക്ക് നിന്ന് കളിക്കുവാണെങ്കിൽ ടോപ്പ് 5 വരാൻ ഒരു ഇത് കേപ്പബിളായിട്ടുള്ളൊരു വ്യക്തി തന്നെ ആയിരുന്നു അപ്പാനി. ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അപ്പാനി ആയിക്കോട്ടെ, ആര്യനായിക്കോട്ടെ, ഈ പറഞ്ഞിട്ടുള്ള വേറെ ആരുമില്ല. ഈ ആര്യനും അപ്പാനിയും പിന്നെ വേറെ ആരും ഇല്ലടേ. പിന്നെ എല്ലാം കേടകളാണ്. പിന്നെ രേണുസുതിയുടെ കാര്യം പറയുകയാണെങ്കിൽ രേണുസുതി ചുമ്മാ നിന്നാലും പുള്ളിക്കാരിക്ക് അവിടെ ഇപ്പം വോട്ടിൻ്റെ ഇത് ലാലേട്ടൻ്റെ അടുത്ത് കാണിച്ച സമയത്ത്, വോട്ടിൻ്റെ ശതമാനം കാണിച്ച സമയത്ത് അവിടെ രേണുസുതിക്ക് ഭയങ്കര വോട്ടാണ്. പുള്ളിക്കാരി ഒന്നും ചെയ്യാതെ നിന്നിട്ട് പോലും പുള്ളിക്കാരിക്ക് വോട്ട്. സത്യം പറഞ്ഞാൽ രേണുസുതിയൊക്കെ അവിടെ നല്ല രീതിയിൽ നിൽക്കുമായിരുന്നെങ്കിൽ കപ്പ് രേണുസുതിയുടെ കയ്യിലിരുന്നേനെ. കാരണം അത്രമാത്രം ജനങ്ങൾ രേണുസുതിയെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് ആ ഒരു വോട്ടിംഗ് പെർസെൻറ്റേജ് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ പുള്ളിക്കാരി എന്തെങ്കിലുമൊക്കെ അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ, ഇപ്പം എനിക്ക് തോന്നുന്നു അനീഷ് നിൽക്കേണ്ട സ്ഥലത്ത് ഈ രേണുസുതി നിൽക്കേണ്ട ഒരു ഇത് വന്നേനെ എനിക്ക് തോന്നുന്നു. എനിക്ക് അങ്ങനെ എൻ്റെ ഒരു അഭിപ്രായമാണ് കേട്ടോ. എനിക്കത് വോട്ടിംഗ് പെർസെൻറ്റേജ് ഒക്കെ കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നത്. കാരണം രേണുസുതിക്ക് അത്രമാത്രം ആൾക്കാർ, രേണുസുതി ഇനി ഒന്നും ചെയ്തില്ല, അവിടെ കിടന്ന് ഉറങ്ങിയാൽ പോലും പുള്ളിക്കാരിക്ക് വോട്ട് കൊടുത്തൊരു രീതിയാണ് ഞാൻ കണ്ടത്. ഒരുപാട് നന്ദിയും സന്തോഷവും സ്നേഹവും മാത്രം.
നിങ്ങളാണ് എന്നെ പണ്ടും എന്നെ ഞാനാക്കിയത് നിങ്ങളൊക്കെ തന്നെയാണ്. ഇനിയും നിങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ എനിക്ക് ഞാനായിട്ട് അല്ലെങ്കിൽ ഇനി പൂർണ്ണ ആക്റ്റീവായിട്ട് ഷാനവാസിനെ കാണാൻ പറ്റുമല്ലേ? നിങ്ങളൊക്കെ അനുമോള് കപ്പ് നേടിയതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? കാരണം ഷാനവാസൊക്കെ റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യുന്ന മനുഷ്യന്മാരാണ് അല്ലേ? പുള്ളിക്കാരൻ തന്നെ കപ്പ് കിട്ടിയാലും ഇനി കിട്ടിയില്ലെങ്കിലും പുള്ളിക്കാരൻ ഹാപ്പിയാണ്, സന്തോഷമാണ് പുള്ളിക്കാരൻ പറയുന്നുണ്ട് അത് ഡിസർവ് ആയിട്ടുള്ള ആളാരാന്നോ ആൾക്ക് കിട്ടി, പുള്ളിക്കാരൻ അതിൽ കൂടുതലൊന്നും പറയാനില്ല, സന്തോഷമാണെന്നാണ് അത് അങ്ങനെ വേണം നമ്മൾ റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണം. അല്ലാതെ ഇല്ല അങ്ങാടി തോറ്റേന് അമ്മയുടെ നെഞ്ചത്ത് കയറുന്നൊരു പരിപാടി ഉണ്ടല്ലോ, ആ ഒരു സ്വഭാവം വെക്കാതിരിക്കുക. ഇവിടെ ഞാൻ പ്രതീക്ഷിച്ചൊരു വ്യക്തി ലാലേട്ടൻ്റെ ഒരു ഭാഗത്ത് ഷാനവാസായിരുന്നു കേട്ടോ. ഞാൻ ഈ ഒരു സീസൺ തുടങ്ങിയ സമയത്ത്, കാരണം ഷാനവാസ് വന്ന സമയത്ത് ഞാൻ വിചാരിച്ചൊരു കാര്യമുണ്ട്, ഈ ഒരു സീസണിൽ കപ്പ് ഷാനവാസ് കൊണ്ടുപോകും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. കാരണം പുള്ളിക്കാരൻ അതിനുള്ളൊരു കേപ്പബിലിറ്റി ഉണ്ടായിരുന്നു, പക്ഷേ പുള്ളിക്കാരൻ അത് യൂസ് ചെയ്തില്ല. സത്യം പറയുവാണ്, ഷാനവാസ് കുറച്ചുകൂടെ ഒന്ന് ഒറ്റയ്ക്ക് നിന്ന് പവറായിട്ട് മാസായിട്ട് കയറി വരുമായിരുന്നെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ഒരു പെങ്ങള് കുട്ടി കോംബോ, ഈ പറഞ്ഞിട്ടുള്ള ചേട്ടൻ ജ്യേഷ്ഠൻ ഈ ഒരു ഇതിലേക്ക് വീഴാതിരുന്ന് നല്ല രീതിയിൽ ഗെയിം കളിക്കുകയാണെന്നുണ്ടെങ്കിലോ ഇന്ന് ഇപ്പം അനീഷിൻ്റെ സ്ഥാനത്തോ അല്ലെങ്കിൽ അനുവിൻ്റെ സ്ഥാനത്തോ ഒരു സൈഡിൽ ഈ ഷാനവാസ് നിന്നേനെ. അത്രമാത്രം കേപ്പബിലിറ്റി ഉള്ളൊരു മനുഷ്യനായിരുന്നു ഷാനവാസ്. പക്ഷെ പുള്ളിക്കാരൻ അത് യൂസ് ചെയ്തില്ല. കാരണം ഷാനവാസൊക്കെ ഉണ്ടല്ലോ ഒരു വഴക്കിന് തന്നെ പുള്ളിക്കാരൻ ഒന്ന് സംസാരിക്കുമ്പോൾ തന്നെ പുള്ളിക്കാരൻ്റെ ഒരു സ്ക്രീൻ സ്പേസ് ഒക്കെ നമ്മൾ കാണുന്നതാണ്, അത് കാണാൻ തന്നെ ഒരു രസമാണ്. അത്രയ്ക്കും പവറായിരുന്നു ഷാനവാസിൻ്റെ ഓരോ ഡയലോഗും, ഒരു ഡയലോഗിലേക്ക് ക്വാളിറ്റി ഉണ്ടല്ലോ, അത് പ്രസൻറ്റ് ചെയ്യുന്ന രീതിയും ഞാൻ വിചാരിച്ചതാണ്. പക്ഷേ പുള്ളിക്കാരൻ്റെ പുള്ളിക്കാരൻ ഈ പറഞ്ഞിട്ടുള്ള ഫ്രണ്ട്ഷിപ്പിലും അതുപോലെ പെങ്ങള് കുട്ടിയിലും അതിലേക്ക് കൊണ്ടിട്ട് നശിപ്പിച്ചു. പക്ഷേ എനിക്ക് ഷാനവാസിൻ്റെ ഗെയിം എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു വ്യക്തിയാണ്. ആദ്യമൊന്നും ഇഷ്ടപ്പെട്ടില്ല, ആദ്യം ഞാൻ വിമർശിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്തു. കാരണം ആദ്യം ഈ വിമർശിച്ചെന്ന് പറഞ്ഞാൽ ഈ പെങ്ങള് കുട്ടി കോമ്പോയിൽ ചെന്ന് കയറുന്ന സമയത്താണ് നമ്മൾ വിമർശിക്കുന്നത്. കാരണം ഷാനവാസിനൊക്കെ അത്ര ഇഷ്ടമുള്ള വ്യക്തി ആയതുകൊണ്ടാണ് ഈ ഒരു ഗ്രൂപ്പിലോട്ട് ചെന്ന് വീഴുമ്പോഴത്തേക്ക്, ഈ ഒരു പെങ്ങള് കുട്ടി ആ ഒരു കോമ്പോയിലോട്ട് ചെന്ന് വീഴുമ്പോഴത്തേക്ക് ഷാനവാസിൻ്റെ ഗെയിം നശിച്ച് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് ദേഷ്യം വരും. അവരെ ഈ പെങ്ങളെ കുട്ടി കാടൊക്കെ ഒന്ന് വിട്ട് പിടിച്ച് മേലോട്ട് ഒറ്റയ്ക്ക് നിന്ന് കയറി വരാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് ഇത് പറയും, അഭിപ്രായം പറയും. പക്ഷേ എനിക്ക് ഷാനവാസിൻ്റെ ഗെയിമൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പുള്ളി നല്ലൊരു മനുഷ്യനാണ് കേട്ടോ. കാരണം റിയാലിറ്റിയൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്നൊരു വ്യക്തിയാണ് കേട്ടോ. പുള്ളിക്ക് ഒരു പരാതിയില്ല, പുള്ളി നല്ല രീതിയിൽ തന്നെയാണ് എവിക്റ്റായി 3rd റണ്ണറപ്പായി അവിടെ നിന്ന് ഇറങ്ങി വരുന്ന സമയത്തായാലും അനീഷിൻ്റെ അടുത്തായാലും അനുവിൻ്റെ അടുത്തായാലും നല്ല പോസിറ്റീവായിട്ടാണ് പുള്ളി നല്ലൊരു സപ്പോർട്ട് കൊടുത്ത് അവിടെ നിന്ന് വന്നിട്ടുള്ളത്. അതുപോലെ ലാലേട്ടൻ്റെ മുമ്പിൽ വെച്ചിട്ട് ലാലേട്ടൻ അങ്ങോട്ട് ചോദിച്ചു ഹഗ്, എനിക്കൊരു ഹഗ് ചോദിക്കാതെ ഞാൻ തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അല്ലേ. അപ്പോൾ ലാലേട്ടന് വരെ ഷാനവാസിനോടൊരു പ്രിയം ഉണ്ടായിരുന്നു. ലാലേട്ടൻ വരെ വിചാരിച്ചാണ് ഈ ഒരു സീസൺ 7 കപ്പ് ഷാനവാസ് തൂക്കുമെന്ന്. കൊതി വിടരുമെന്താണ് ഒളി കണ്ണുള്ള പ്രിയവരനെ കൊതി വിടരുമെന്താണ് ഒളി കണ്ണുള്ള പ്രിയവരനെ. ടാസ്കിൽ നെവിന് മാത്രം പങ്കെടുക്കാൻ പറ്റാത്തൊരു വിഷമം നെവിനുള്ളിൽ ഉണ്ടായി. കാരണം ഒരാഴ്ച മൊത്തം നെവിൻ ഭയങ്കര സൈലന്റ് ആയിട്ട് ഇരിക്കേണ്ടായിരുന്നു. അപ്പം എന്തായിരുന്നു തോന്നിയത് മനസ്സിൽ? ഞാൻ ഒരു ആഴ്ച എനിക്കൊന്നും ചെയ്യാൻ പറ്റൂല എന്നുള്ള തോന്നിയിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു, എനിക്ക് എല്ലാവർക്കും പൈസ തന്നെയല്ലേ വലുത്, എനിക്കും പൈസ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ലാലേട്ടൻ അതനുസരിച്ചാണ് എനിക്ക് തന്നു, ജനങ്ങൾ ഹാപ്പിയായി. ഞാൻ അതിലേറെ നെവിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ഒരുപാട് വിമർശിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ് നെവിൻ. പ്രത്യേകിച്ച് ഈ അനുവുമായിട്ടുള്ളൊരു വിഷയത്തിലും മറ്റേ ബെഡിനകത്ത് വെള്ളം കുരുവഴിക്കുന്നൊരു വിഷയത്തിലും അതുപോലെ അനീഷിൻ്റെ വിഷയത്തിലും അനീഷുമായിട്ടുള്ളൊരു വിഷയത്തിലും ഞാൻ നെവിനെ, അനീഷല്ല ഷാനവാസുമായിട്ടുള്ളൊരു വിഷയത്തിലും ഞാൻ നെവിനെ ഒരുപാട് വിമർശിച്ചിട്ടുണ്ട്. പക്ഷെ നെവിൻ്റെ ഒരു ക്യാരക്ടർ ഇപ്പം ഈ ഒരു ഫിനാലെ തീർന്നപ്പോഴത്തേക്ക് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ സാധിച്ചു. കാരണം നെവിൻ നല്ലൊരു മനുഷ്യനാണ്, എല്ലാം ഈ പറഞ്ഞിട്ടുള്ളൊരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് കണ്ട് ചിരിച്ച് കളയുന്നൊരു മനുഷ്യനാണ്. മനസ്സിനകത്ത് പ്രത്യേകിച്ച് വൈരാഗ്യം കാര്യങ്ങളൊന്നും
വെക്കാത്തൊരു മനുഷ്യനായിട്ടാണ് ഈ ഒരു സീസൺ കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായത്. ആദ്യം പോസിറ്റീവായിട്ട് പിന്നെ നെഗറ്റീവായിട്ട്, ആദ്യം പോസിറ്റീവായി പിന്നെ കട്ട നെഗറ്റീവായി, ആൾക്കാർ വെറുക്കുന്ന രീതിയിലുള്ള നെഗറ്റീവായി. കാരണം ഒന്നടങ്കം കേരളക്കര ബിഗ് ബോസ് ആരൊക്കെ കാണുമോ, ബിഗ് ബോസ് പ്രേക്ഷകർ ഉൾപ്പെടെ പറഞ്ഞാണ് നെവിനൊന്ന് ഔട്ടായി കിട്ടിയാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞാണ്. എന്നിട്ട് അവസാനം വീണ്ടും പോസിറ്റീവായി ജനങ്ങളെ മനസ്സിലോട്ട് കയറിയൊരു മുതലാണ് നെവിൻ. ഒരുപാട് ഞാൻ വിമർശിച്ചിട്ടുള്ള ഒരാളാണ് ഗെയിമിൻ്റെ ഭാഗമായിട്ട് കേട്ടോ. അതൊരു ഗെയിമിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വിമർശിച്ചു, അത് കഴിഞ്ഞു. പക്ഷെ ഇനി പുറത്തിറങ്ങുന്ന സമയത്ത് ഇതുപോലെ മറ്റുള്ള ഈ പറഞ്ഞിട്ടുള്ളൊരു ലൂപ്പുണ്ടല്ലോ, കപ്പ് കിട്ടിയില്ല, എനിക്ക് കപ്പ് വേണം, എൻ്റെയും കൂടെ കപ്പാണ്, എനിക്ക് കപ്പ് മുറിച്ച് ഞങ്ങൾക്കും കൂടെ ഭാഗിച്ച് തരണം എന്ന് പറഞ്ഞ് കിടക്കുന്ന ഈ ഒരു റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യാൻ നടക്കുന്ന ഒരു ലൂപ്പിൻ്റെ ഇടയിൽ ചെന്ന് പെടാതെ നെവിനായിട്ട് തന്നെ മുമ്പോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ ജനങ്ങളെല്ലാം നെവിൻ്റെ കൂടെ കാണും, കട്ട സപ്പോർട്ടായിട്ട്. അതല്ല ഈ കപ്പ് മുറിച്ചൊടിച്ച് ഭാഗിച്ച് തരണം എന്ന് പറഞ്ഞ് കിടക്കുന്ന ആൾക്കാരെ കൂടെ ചേർന്ന് കഴിഞ്ഞാൽ പോയി എന്ന് വേണമെങ്കിലേ ഞാൻ പറയൂ. ഇപ്പം നെവിനെ എല്ലാവർക്കും ഇഷ്ടമാണ്, ആ ഒരു ഇഷ്ടം കളയരുത് കേട്ടോ. അപ്പോൾ എന്തായാലും നെവിനെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പുറത്തിറങ്ങി വന്നതിന് ശേഷവും നല്ല രീതിയിലാണ് നെവിൻ മറുപടി പറഞ്ഞിട്ടുള്ളത്. പിന്നെ അതുപോലെ മണി ബാങ്കിൻ്റെ മറ്റേ പൈസ എടുക്കുന്ന ടാസ്കിൻ്റെ കാര്യം, പുള്ളിക്കാരൻ്റെ പൈസ എല്ലാവർക്കും ആ കപ്പിനെക്കാളും എനിക്ക് തോന്നുന്നു നെവിൻ ആഗ്രഹിച്ചത് അവിടുന്ന് കുറച്ച് പൈസ സേവ് ചെയ്യണം എന്നാണ്. അതാണ് പുള്ളിക്കാരൻ്റെ ആഗ്രഹം. പിന്നെ പൈസ കിട്ടാത്തതിൻ്റെ കുറച്ചുകൂടെ കൂടുതൽ കിട്ടാത്തതിൻ്റെ വിഷമം ഉണ്ടായിരുന്നു. ലാലേട്ടൻ അങ്ങനെ ഒരു പണി കൊടുത്തപ്പോഴത്തേക്കും ഒരു വിഷമം ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പുള്ളിക്കാരൻ്റെ പൈസ കിട്ടി. പക്ഷേ എനിക്ക് ഫെയറായിട്ട് തോന്നാത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് കൂടെ കിട്ടിയ പൈസ ഉണ്ടല്ലോ, അതും കൂടെ നെവിന് കൊടുത്തത് എനിക്ക് ഫെയറായിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം അവരും ഈ പറഞ്ഞിട്ടുള്ള അവരും കപ്പടിച്ചിട്ടില്ല, ഈ പറഞ്ഞിട്ടുള്ള അവർക്കും പൈസ കിട്ടിയിട്ടില്ല. അപ്പോൾ ആ കിട്ടിയെന്ന് അവർ കഷ്ടപ്പെട്ടെടുത്തതെന്ന് ടാസ്ക് കളിച്ചെടുത്തതെന്ന് കുറച്ച് പൈസ അത് എല്ലാം കൂടെ നെവിന് കൊടുക്കുമെന്ന് പറയുമ്പോഴത്തേക്ക് അത് അവർക്കും എന്തെങ്കിലുമൊക്കെ വേണമല്ലോ. അപ്പോൾ അതെനിക്കൊരു ഫെയറായിട്ട് തോന്നിയില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ റിയാലിറ്റി ആണല്ലോ, റിയാലിറ്റി നമ്മൾ അക്സെപ്റ്റ് ചെയ്തല്ലേ പറ്റൂ. എൻഡ് ഓഫ് ദി ഡേ ഇതൊരു ഗെയിമാണ്, അങ്ങനെയുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ ഹൈപ്പ് ചെയ്യുക. സീ യു.